ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ദൈവം സഹായിച്ച് സുഖായിരിക്കുന്നു. ഇവിടെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട്. തണുപ്പ് എന്നാലും ഒന്നും മാറിയിട്ടൊന്നുമില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്. പക്ഷേ ഉച്ച സമയത്തൊക്കെ നല്ല സുഖാട്ടോ പുറത്തിറങ്ങി നടക്കാൻ. അങ്ങനെ നമ്മളൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഞങ്ങൾ രണ്ടാളും പുറത്തേക്കൊന്ന് കറങ്ങാൻ പോവാണ്. അതിന്റെ കാഴ്ച വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ഫ്രീ ട്രാവൽ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഭയങ്കര ടാക്സേഷൻ ആണ്. 16%, 35%, 40% ഇങ്ങനെ കുറേ ടാക്സ് സ്ലാബ് ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നിന്ന് കുറേ ടാക്സ് പിടിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഫേവർ ഗവൺമെന്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൺഡേ സാറ്റർഡേസിലൊക്കെ ഫ്രീ ട്രാവൽ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ജനങ്ങൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ടാക്സ് പിടിച്ചാലും നല്ല 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 സംവിധാനങ്ങളും ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് ഏതൊരു പൊതു ഏരിയ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല. അച്ഛനും അമ്മയും മക്കളും ആയി കഴിഞ്ഞ് മക്കൾ വലുതായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എപ്പോഴും ഒറ്റക്കായിരിക്കും. അവരുടെ വാർദ്ധക്യമൊക്കെ അത് അവർ ഒറ്റക്കാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവരെ ഹെൽത്തിനെ വല്ലാണ്ട് കെയർ ചെയ്യും. അപ്പൊ നമ്മള് പ്ലാറ്റ്ഫോമിലെത്തി. പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി കേട്ടോ. ട്രെയിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ വിൻഡോസ് ആണ് ഓരോ സീറ്റിലും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തുള്ള കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും. എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. ആരും അങ്ങനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ അനൗൺസും ചെയ്യും. പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഓരോ സീറ്റുകൾ തമ്മിൽ നമുക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാം. ദൂരെയൊക്കെ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സൗകര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ്. പിന്നെ ഈ സീറ്റിംഗ് ഒക്കെ ഇല്ലേ, ഒരു വെൽവെറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് സീറ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ട്രെയിനുകളിലുണ്ട്. അതുപോലെ തന്നെ 2 സെക്ഷനാണ്. നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് പോലെ മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. 2 സ്ഥലത്ത് പോയി നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ട്രെയിനിന്റെ ഒരു ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറേ പച്ചപ്പാണ്. കേരളത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് പച്ചപ്പ് അത്ര വലിയ പുതുമയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പ് പോലെ വേറെ എവിടെയും ഉള്ളതല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഈ ട്രെയിനിന്റെ. കാരണം എന്താ വെച്ചാല് പിന്നെ നമ്മളെ നാട്ടിലെ ട്രെയിൻ നോക്കുമ്പോൾ ട്രാക്കും ഇതൊക്കെ എല്ലാം സെയിം തന്നെ. പക്ഷെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ട്രെയിൻ വളരെ ബെറ്റർ സ്റ്റാൻഡേർഡ് ആണ്. ഈ ടെമ്പറേച്ചർ പുറത്ത് കൂടുതലാണെങ്കിൽ പിന്നെ അകത്ത് നല്ല കൂളിംഗ് ആയിരിക്കും. പുറത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അകത്ത് വാർമിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള നമ്മളെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം യാത്രകൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. എറണാകുളത്തേക്ക് എൻ്റെ ജീവിതം മാറിയതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ത്രൈസ് നമ്മൾ നാട്ടിലേക്ക് വരുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജോലി തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അച്ഛനും അമ്മേനെയും കാണാനും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വീട്ടിൽ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മേനെയും അച്ഛനെയും എൻ്റെ ബ്രദറിനെയൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മേന്റെ ഭക്ഷണം കഴിക്കാൻ ഓർമ്മയാകുമ്പോൾ ഓടിപ്പോവും വീട്ടിലേക്ക്. എന്തായാലും ഒരു ദിവസം ഒരു 6 മണിക്കൂർ കൊണ്ട് അല്ലെ 4, 5 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താലോ. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെ നാടും നമ്മളെ വീടും നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യമൊക്കെ നമ്മൾ എത്ര മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പ്രിംഗ് ആണ് കേട്ടോ ഇപ്പോ. അതുകൊണ്ട് എല്ലാ മരങ്ങളിലും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറൊരു സ്റ്റേഷനാണ്. എല്ലാ സ്റ്റേഷൻസും ബേസിക് സ്റ്റാൻഡേർഡ് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഇവിടെ എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ചെറിയ സ്റ്റേഷൻ ആണെങ്കിലും വലിയ സ്റ്റേഷന്റെ കാര്യം പിന്നെ പറയണ്ട. അബവ് സ്റ്റാൻഡേർഡ് എല്ലാ സൗകര്യവും ഒരു സ്റ്റേഷനിൽ ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പോ ഇന്ന് എവിടെയാ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് സെൻട്രലിലേക്കാ പോകുന്നത്. സെൻട്രലില് പിന്നെ ഒപ്പേറ ഹൗസ് കാണാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. വേറൊരു സ്ഥലത്താ പോകുന്നത്. അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഏത് കാലാവസ്ഥയിലും ഇവിടെ മഴ പെയ്യും. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മഴ പെയ്യും. മഴ എപ്പോ വേണമെങ്കിലും പെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്തല്ലേ മഴ പെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ പിന്നെ വിന്റർ കഴിഞ്ഞു പെട്ടെന്നുണ്ട് മഴ പെയ്യുന്നു. ഭയങ്കര മഴയായിരിക്കും രാവിലെയും വൈകുന്നേരമൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഞാനിവിടെ വന്നിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാലാവസ്ഥ
അവസ്ഥയായിരുന്നു. തണുപ്പും വളരെ കുറവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മുന്നോട്ട് പോവാണ്. പിന്നെ കുറേ ട്രാക്കൊക്കെ ഉണ്ട്. കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പല സ്റ്റേഷൻസും നമ്മള് കടന്നു പോകുന്നുണ്ട്. എല്ലാ സ്റ്റേഷൻസും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രാറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ തോൺലേ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാ. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തോൺലേയിൽ ഞാൻ പോകുന്നത്. അത് കാണാത്തവര് കാണുക കേട്ടോ. എന്നിട്ട് അതില് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ അതിനനുസരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ ബേസിക്കലി ഒരു വീഡിയോ ക്രിയേറ്ററോ വീഡിയോ എഡിറ്ററോ വീഡിയോഗ്രാഫിനെ കുറിച്ച് വലിയ ധാരണയുള്ള ആളൊന്നും അല്ല. നമ്മൾ ചെറിയ ചെറിയ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് നമ്മളെ ട്രെയിനിന്റെ ഉള്ളിൽ എല്ലാവരും ഏകദേശം ഇറങ്ങി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചെടുക്കാം. കാരണം എന്താ വെച്ചാൽ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാൻ പ്രശ്നമാണ്. കാരണം അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരെല്ലാം അതിന്റെ ഉള്ളിൽ വന്നിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രൈവസി കൺസേൺസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ. ബേസിക്കലി ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളെ വീഡിയോ വേറെ ആൾ എടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടൂലല്ലോ. പക്ഷെ ഇവിടെ അത് തുറന്ന് പ്രകടിപ്പിക്കും എല്ലാരും. നമ്മളെ നാട്ടിലെ പോലെ നമുക്ക് ഏടുന്നും എന്തും എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല. അത് നല്ലൊരു കാര്യമാണ്. നമ്മളെ നാട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കണം. നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ എടുക്കുന്നത് അതാണ് ഒരു ശരിയായ രീതി. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അങ്ങനെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യണം. അങ്ങനെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വലിയ വലിയ ബിൽഡിങ്സ് ആണ് കേട്ടോ. വലിയ ഗ്ലാസിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്സ് ആണ്. ഒരു സ്റ്റേഷൻ നമ്മൾ കടന്നുപോയി. അവിടെ ഭയങ്കര ആൾക്കാരുണ്ട്. ട്രെയിന് വെയിറ്റ് ചെയ്യുന്നതാണ് ആൾക്കാര് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സിഡ്നി നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും അവരവരുടെ ലൈഫും നോക്കി പോവും. ആരും അങ്ങനെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ പൊതുവേ ഞാനൊക്കെ എല്ലാവരുമായിട്ടൊരു ബന്ധമൊന്നുമില്ല മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ലൈഫ് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം നോക്കും. എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ആരോടും അങ്ങനെ ഭയങ്കര ബന്ധത്തിനൊന്നും ഞാൻ പോവാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ എൻ്റെ പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ വീട്ടിലിപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അടങ്ങിയിരുന്നോളും. അങ്ങനെ പുറത്ത് പോയിട്ട് ഭയങ്കര എക്സ്പ്ലോർ ഒന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് എവിടെയും ഞാൻ ഇട്ടാൽ ഞാൻ അവിടെ സർവൈവ് ചെയ്തോളും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട് സർക്കിൾ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ കമ്പനി. എൻ്റെ വീട്ടുകാരാണ് എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയുന്ന ആൾക്കാര്. നെക്സ്റ്റ് എൻ്റെ വീട്ടുകാരാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് അധികം ഇല്ല. സ്കൂൾ പഠിക്കുമ്പവും കോളേജ് പഠിക്കുമ്പോ ഒക്കെ ഉണ്ട്. പക്ഷെങ്കില് ഒരു എന്താ പറയാ വീട്ടുകാരെ എബോവ് ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളൊരു സ്റ്റേഷനിലെത്തി. അവിടെ കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ എല്ലാ സ്റ്റോപ്പിലും ഇല്ലേ ബേസിക് കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്യും ട്രെയിൻ. ഒരു ഒരു കുറച്ച് ടൈം പീരീഡ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എല്ലാവരും കേറി പിന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്തെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ പിന്നെ വണ്ടി വിടൂലു. അങ്ങനെ നമ്മൾ സെന്ററിലെത്തി കേട്ടോ. ഞാൻ ക്യാമറ താത്തിപ്പിടിച്ച് എന്താന്ന് വെച്ചാൽ ആരെങ്കിലും മുഖമാറ്റം എടുത്തിട്ട് പിന്നെ വെറുതെ പ്രശ്നമാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഇവിടെ എല്ലാം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് കണ്ടോ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി സെൻട്രൽന്ന് നമ്മള് വേറെ ട്രെയിൻ കയറണം. സെൻട്രൽ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റേഷനാണ്. പല സ്ഥലത്തേക്കും ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടുത്തെ സ്റ്റേഷനിൽ. അത് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ വേറൊരു ട്രെയിൻ പാസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ബോർഡ് ഉണ്ട്. നമുക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ഷൻ ബോർഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെല്ലാം ട്രെയിൻ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വായിക്കാനും അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇത് കണ്ടോ വലിയ സെൻട്രൽ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട് അവിടെ. അപ്പൊ ഇത് നമുക്ക് നമ്മൾ കയറേണ്ട ട്രെയിനാണ്. നമ്മൾ ട്രെയിനിലേക്ക് കയറി. പിന്നെ ഇത് നമ്മള് മുന്നോട്ടേക്ക് പോവാണ്. ഞാന് ഓപ്പോസിറ്റ് സൈഡിലെ പിന്നെ വരുന്ന സ്റ്റേഷൻസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് പോകുന്നത് അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടിയാണ് നമ്മള് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ നെക്സ്റ്റ് വരുന്നതിന് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ടൗൺ ഹാൾ എന്ന് പറഞ്ഞ സ്റ്റേഷനാട്ടോ. ഇത് വിക്ടോറിയ ബിൽഡിങ്ങിന്റെ താഴെയുള്ള സ്റ്റേഷനാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. വിക്ടോറിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു വിക്ടോറിയ ബിൽഡിംഗ്. അതിന്റെ താഴത്തെ മീൻസ് അണ്ടർഗ്രൗണ്ടിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അണ്ടർഗ്രൗണ്ടാന്ന് പറഞ്ഞിട്ട് ചെറുതൊന്നും അല്ല. വലിയ സ്റ്റേഷൻ തന്നെയാണ് ഇതും. അപ്പോ ഇത് ഒരു ഭൂമിക്കടിയിലുള്ള ഒരു സ്റ്റേഷനാണ്. അങ്ങനെ നമ്മള് മുന്നോട്ട് പോവാണ്. ഇത് വിൻയാർഡ്. ഇത് അതുപോലെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഇതും അതുപോലെ തന്നെ നല്ല അപ്പുറത്തും ഇപ്പുറത്തും കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. എല്ലാം പോകാനും വരാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഒരു നല്ല സ്റ്റേഷനാണ് ഇതും. അപ്പോൾ ഇവിടെ 2 അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ നമ്മൾ കണ്ടു കേട്ടോ.
ടൗൺ ഹാളും പിന്നെ വിന്യാർഡും. ഇനി നമ്മള് പോന്നത് സർക്കുലർ ക്വേ. നമ്മള് പിന്നെ ഒപ്പേറ ഹൗസ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കുലർ ക്വേ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, അതാണ് നമ്മൾ ഒപ്പേറ ഹൗസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മള് സർക്കുലർ ക്വേ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താൻ പോവാണ്. ഹാർബർ ബ്രിഡ്ജൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഹാർബർ ബ്രിഡ്ജ് കണ്ടു. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ എവിടെ ഇറങ്ങിയാലും ഫോൺ താഴെ പിടിക്കുന്നത് എന്താ വെച്ചാൽ വെറുതെ പ്രശ്നമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കണ്ടോ, നമ്മളെ ഒപ്പേറ ഹൗസ് ആണ് ആ കാണുന്നത്. എന്ത് രസമല്ലേ ദൂരെ നിന്ന് നോക്കുമ്പോ. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഹാർബർ ബ്രിഡ്ജ്. ബ്യൂട്ടിഫുൾ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം. ഇവിടുന്ന് കണ്ട ആൾക്കാരൊക്കെ അത് നോക്കാണ്. ആ ഒരു ആ ഒരു കൺസ്ട്രക്ഷൻ അത്ഭുതങ്ങളല്ലേ ഇതൊക്കെ. അപ്പോ സർക്കുലർ ക്വേയിലെത്തി. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.